ഇന്ന് നമുക്ക് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു വിഭവം അങ്ങോട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. മെയിനായിട്ടുള്ള ആൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ അമൃതം പൊടി. 6 മാസം മുതൽ അതുപോലെ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പോഷകാഹാരം നമ്മുടെ സർക്കാർ നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു അമൃതം പൊടി നമുക്ക് പല രീതിയിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ ഈ ഒരു കാച്ചി കുറുക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്കൊരു മടുപ്പായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരുപാട് പ്രോട്ടീൻസ് ചേർന്നുകൊണ്ട് നല്ലൊരു വിഭവം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർ എന്താ പറയുക, ഇഷ്ടത്തോടു കൂടി നമ്മളെ നിർബന്ധങ്ങളൊന്നും ഇല്ലാതെ കഴിച്ചു കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഉരുളക്കിഴങ്ങ് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ വേവിച്ചെടുക്കാം. കുട്ടികൾക്ക് കുറച്ച് എളുപ്പത്തിൽ അങ്ങോട്ട് കഴിച്ച് കിട്ടാനും അതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു ഐറ്റം പെട്ടെന്ന് നമുക്ക് മേക്ക് ചെയ്തെടുക്കാനും വേണമെങ്കിൽ നമുക്ക് ഈ പച്ചക്കറികളൊക്കെ മാക്സിമം നേരിയതായിട്ട് കനം കുറഞ്ഞ് അങ്ങോട്ട് അരിഞ്ഞെടുക്കണം. അതുകൊണ്ട് നമ്മൾ ചിരകിയാണ് എടുക്കുന്നത്. ബീട്രൂട്ടും അതുപോലെ പിന്നെ ഇനി ഉള്ളി പിന്നെ ബീൻസൊക്കെ നമുക്ക് കനം കുറഞ്ഞ് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഉള്ളിയും മാക്സിമം കനം കുറഞ്ഞിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉരുളക്കിഴങ്ങും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷേ ഉടഞ്ഞ് കിട്ടുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വിഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു കാര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അല്ലേ. ഇത്രയും ഐറ്റംസൊക്കെ അവർ കഴിച്ച് കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ന് ഈ ഒരു വിഭവം നമ്മളിവിടെ ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചാൽ, റിച്ചൂട്ടൻ്റെ അംഗനവാടിയിൽ ഇന്നൊരു ഫെസ്റ്റ് ഉണ്ട് കേട്ടോ. ഫെസ്റ്റ് അല്ല, ഫുഡ് എക്സിബിഷനാണ്. അപ്പം അമൃതം പൊടി കൊണ്ടുള്ള എന്തെങ്കിലും ഒരു വിഭവം ഉണ്ടാക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അപ്പോൾ അതിനെ പ്രമാണിച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മളിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. പച്ചക്കറികളൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റും അതുപോലെ ഉള്ളി പിന്നെ ബീൻസ് പിന്നെ അതിൽ പാകത്തിലേക്ക് നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ബീട്രൂട്ടും അങ്ങനെ എന്തൊക്കെ ഇനിയും ചേർക്കാൻ പറ്റുന്ന വെച്ചാൽ അത്രയും ഐറ്റംസ് കൂടെ ഇനി എക്സ്ട്രാ ആഡ് ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ കയ്യിലുള്ള ഇത്രയും ഐറ്റംസ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പച്ചക്കറികളൊക്കെ ഏകദേശം ഒന്ന് വേവിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് തന്നെ അധികമായിട്ട് വേണ്ട, പക്ഷെ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും അതുപോലെ വളരെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും എരി പാടില്ല. കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ നമ്മളത് എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ എനർജിക്ക് വേണ്ടിയിട്ട് മുട്ട കൂടെ നമ്മൾ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. മുട്ട കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു 1 വിസിൽ വേവിച്ചെടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ ബാറ്റർ റെഡിയാക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പോളം അമൃതം പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പോളം ഗോതമ്പ് പൊടിയും കൂടി ആഡ് ചെയ്യുക. അമൃതം പൊടി മാത്രമാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് എടുത്ത് നിൽക്കുമല്ലോ. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ ഗോതമ്പ് പൊടി ആഡ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ഇനി പാകത്തിന് വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ചൂടാക്കിയ വെള്ളം ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. തണിഞ്ഞ വെള്ളമായാലും മതി. അപ്പോൾ ചൂടായി തണിഞ്ഞ വെള്ളം ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇനി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴയ്ക്കുന്ന ആ ഒരു പാകം എന്താ വെച്ചാൽ നമ്മൾ ചപ്പാത്തി മാവിനേക്കാൾ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ കട്ടിയായി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനേക്കാൾ കുറഞ്ഞ കൺസിസ്റ്റൻസി വേണം. പിന്നെ അതുപോലെ നമ്മൾ ഓൾറെഡി മസാല ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ പൊട്ടറ്റോ കൂടി ഉടച്ച് ചേർത്തതും കൂടെ ഈ ഒരു മാവിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് ഇനി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നെയ്യ് വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാലയും മാവും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തതിന് ശേഷം ഇതാണ് ഏകദേശം കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ കുഴച്ചെടുത്ത മാവ് കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 ബോൾസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു ബോൾ ഇലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടയൊക്കെ പരത്തിയെടുക്കില്ലേ ഇലയിൽ, അതുപോലെ വെള്ളം ജസ്റ്റ് ഒന്ന് കയ്യിൽ തൊട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. റൗണ്ടാക്കുക, സ്ക്വയറാക്കുക, ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഇതുപോലെ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം കട്ടിയാവാൻ പാടില്ല, അതുപോലെ അധികം നേരിയതാവാനും പാടില്ല. അപ്പോൾ ഒരു മീഡിയം സൈസിൽ നമുക്ക് ഇതുപോലെ വെള്ളം തൊട്ടിട്ട് കൈകൊണ്ട് പരത്തിയെടുക്കാം. ഇനി നമുക്ക് നല്ല ഭംഗിയായ രീതിയിൽ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കത്തി ഉപയോഗിച്ചിട്ട്. ഇവിടെ ഏകദേശം നമുക്ക് ഈ ഒരു റൗണ്ടിന് നമുക്ക് 8 പീസസ് ആക്കിയിട്ടെന്നുള്ള രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പരത്തുന്ന സമയത്ത് നെയ്യോ എണ്ണയോ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ശരിക്കും ഇത് കിട്ടില്ല കേട്ടോ. നമുക്ക് ഇലയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണം. ഇനി
ഇനി നമ്മൾ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട അങ്ങോട്ട് എടുക്കുക. ഇനി ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അങ്ങോട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒരു ഡെക്കറേഷൻ എന്ന രീതിയിൽ കൂടിയാണ് ഈ മുട്ട മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുറിച്ചിട്ടുള്ള ആ ഓരോ പീസസും പാൻ വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് നെയ്യൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പീസസ് വെച്ചതിന് ശേഷം മുട്ട ഓരോന്നും ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം മാവ് നമ്മൾ വെച്ച ഉടനെ തന്നെ മുട്ട വെക്കണം. കാരണം വെച്ചാൽ നമുക്കതിലേക്ക് പ്രസ് ചെയ്ത് കിട്ടണമല്ലോ മുട്ട. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഓരോന്നും അതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് പാൻ നല്ല ചൂടായതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇത് ഓരോന്നും വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. പക്ഷേ വെന്ത് കിട്ടണമെന്നില്ല കേട്ടോ. അതെന്തായാലും ശ്രദ്ധിക്കണേ. ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. രണ്ട് സൈഡും ഇതുപോലെ നല്ല രീതിയിൽ അങ്ങോട്ട് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇതുപോലെ തന്നെ അങ്ങോട്ട് ഷേപ്പിൽ കുക്ക് ചെയ്തെടുക്കുക. ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വളരെ ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അത്തരത്തിൽ അമൃതം പൊടിയൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കുന്ന റെസിപ്പീസൊക്കെ മാറ്റിയിട്ട് ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉറപ്പായിട്ട് ഇഷ്ടമാകും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കേട്ടോ.